ഫ്രണ്ട്സ്, സെപ്റ്റംബറിലെ എക്സാമിന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം. മാത്സ് നമുക്കങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് പഠിക്കാം. വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. സെക്ഷൻ 1.10 ആണ്. അത് എടുക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പോർഷൻ എടുക്കുകയാണ് ഞാൻ. വെൻ ഡയഗ്രാം. ഒരു വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാന്ന് ആദ്യം നമുക്ക് പഠിക്കാം. വെൻ ഡയഗ്രാം ഈസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഇൻ വിച്ച് റെക്ടാംഗിൾ റെപ്രസെന്റ്സ് എ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് സർക്കിൾ ഓർ എലിപ്സ് റെപ്രസെന്റ്സ് ദ സെറ്റ്സ്. അപ്പോ അവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എല്ലാ സെറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്തു. ഈ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എവിടുന്ന സെലക്ട് ചെയ്യുന്നത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കവിടെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ്ങിന് തന്നെ ആ ഒരു ഡെഫിനേഷൻ നമുക്ക് ക്ലിയർ ആണ്. സോ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. അതുപോലെ തന്നെ അതിന് മുഴുവൻ ഉൾക്കൊള്ളുന്ന യൂണിവേഴ്സൽ സെറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8, 10. ബി എന്ന് പറയുന്ന സെറ്റ് 4, 6. അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഏത് സെറ്റിൽ നിന്നാണോ ഈ എയും ബിയും ഞാൻ സെലക്ട് ചെയ്തത് അതാണ് ഇത് തന്നിരിക്കുന്നത്. സെറ്റ് 1 to 10 വരെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിന്റെ ഉള്ളില് എലിപ്സ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള സെറ്റുകളെ കാണിക്കണം. അപ്പം ഇവിടെ ഏറ്റവും ചെറിയ സെറ്റ് തന്നിരിക്കുന്ന ബി ആണ്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 4, 6. അപ്പൊ എന്ത് ചെയ്യാം? ബി എന്ന് പറയുന്നത് ചെറിയ എലിപ്സ് വരച്ചു. അതിന്റെ ഉള്ളിൽ ഏതൊക്കെ ഞാൻ റൊട്ടേറ്റ് ചെയ്തു? 4ഉം 6ഉം. നെക്സ്റ്റ് വരുന്നത് എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 6, 8, 10. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് അതിന്റെ പുറത്ത് ഞാൻ വലിയൊരു എലിപ്സ് ആയിട്ട് വരച്ചു. അതിന്റെ അകത്ത് കൊടുക്കുമ്പോൾ ഈ 4ഉം 6ഉം ബിയിലുണ്ടെങ്കിലും എവിടെയും ഉണ്ട്? എയിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്റെ പുറത്തുള്ള സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? 2, 8, 10. അപ്പൊ നോക്കിക്കഴിയുമ്പോ ബിയില് 4, 6 ഉണ്ട്. എ എന്ന് പറയുന്ന വലിയ എലിപ്സിൽ എന്തുണ്ട്? 2, 4, 6, 8, 10. ഇനി ബാക്കി ഇതിന്റെ അകത്ത് ഇല്ലാത്ത ബാക്കി എലമെന്റ്സ് നമ്മൾ എവിടെ റെപ്രസെന്റ് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ. യൂണിവേഴ്സൽ സെറ്റിൽ 1, 2, 3 തൊട്ട് 10 വരെയാണ്. അപ്പൊ ഇവിടെ എന്താ? 1 ഉണ്ട്, 1 എഴുതി. 2 ഇവിടെ ഉണ്ട്, 1 ഇനി എഴുതണ്ട. 3, 4 ഇവിടെ ഉണ്ട്. 5, 6, 7, 8, 9, 10. മീൻസ് യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും വരും. ഇങ്ങനെയാണ് ഒരു വെൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ഓപ്പറേഷൻ എന്നുള്ള വേർഡ് നമ്മൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ? ഓപ്പറേഷൻ കേൾക്കുമ്പോഴേ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഹോസ്പിറ്റല് അങ്ങനെയൊക്കെയാണ് അല്ലെ? അപ്പം ഈ ഓപ്പറേഷൻ മാത്സിലും ഉണ്ടോ? ഉണ്ട്. മാത്സിലെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ ഒരു ഓപ്പറേഷൻ ആണ്, സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം ഓപ്പറേഷൻസ് ആണ്. മീൻസ് ആ ഒരു ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? അഡീഷൻ ചെയ്യണമെങ്കിൽ ഒരു നമ്പർ തന്നെ നമുക്ക് അഡീഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു നമ്പറിന്റെ കൂടെ വേറൊരു നമ്പറും കൂടെ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഓപ്പറേഷൻ ചെയ്യാം, മീൻസ് അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആണല്ലോ? അതുപോലെ തന്നെയാണ് സെറ്റ്സിലെ നമ്മളിപ്പോ പഠിക്കുന്ന പാഠത്തിലെ സെറ്റ്സിലെ ഓപ്പറേഷൻസ്. അപ്പോ സെറ്റ്സിലെ രണ്ട് ഓപ്പറേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, യൂണിയനും ഇന്റർസെക്ഷനും. അപ്പം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ രണ്ട് സെറ്റ്സ് വരണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്താണെന്ന് നോക്കാം. ദ യൂണിയൻ ഓഫ് എ ആൻഡ് ബി. എയും ബിയും ഞാൻ ഡിനോട്ട് ചെയ്തേക്കുന്ന രണ്ട് സെറ്റ് ആണ്. എ ആൻഡ് ബി ഈസ് എ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ഓൾ എലമെന്റ്സ് ഓഫ് ബി. മീൻസ് എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെറ്റ് ആണ്. ആ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് വേണം? എയിലുള്ള എലമെന്റ്സ് വേണം, ബിയിലുള്ള എലമെന്റ്സും വേണം. അപ്പം ജസ്റ്റ് അത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി. ഇനി ഞാൻ നമ്മള് വെൻ ഡയഗ്രാം പറഞ്ഞിരുന്നു. ഈ എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം.
രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എയും ബിയും രണ്ട് സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രണ്ട് കേസസ് വരും. ഒന്നെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ല, രണ്ടും വ്യത്യസ്തമായ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒന്നോ രണ്ടോ എലമെന്റ്സ് വരികയും ചെയ്യാം. അപ്പം ആ രണ്ട് കേസസിലാണ് ഞാൻ ഫിഗർ വരയ്ക്കുന്നത്, വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഒന്നാമത്തെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിയേ, എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ല. ഞാൻ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരച്ചു റെക്ടാംഗിൾ ആയിട്ട്. നെക്സ്റ്റ് എയും ബിയും സെറ്റ് വരച്ചു. ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റി മാറ്റി വരച്ചു. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും. എയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ. ടോട്ടൽ എ യൂണിയൻ ബി ഏതാണ്? ഈ ഒരു ഫുൾ പോർഷൻ മീൻസ് ഈ രണ്ട് എലിപ്സും കൂടെ വരുന്നതാണ് എ യൂണിയൻ ബി. ഇനി എയിലും ബിയിലും കോമൺ ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് നമുക്ക് നോക്കാം. എ ഞാൻ വരച്ചു. കോമൺ ആയിട്ട് എലമെന്റ്സ് വരണമെങ്കിൽ ഇതെന്ത് ചെയ്യും? എയിലേക്ക് കയറി വരും. ബി എന്ന് പറയുന്ന സെറ്റ് എയിലേക്ക് കയറി വരും. ഇനി എ യൂണിയൻ ബി എന്താ നോക്കാം. എ യൂണിയൻ ബി എങ്ങനെയാ വരിക? ഇങ്ങനെ ഫുൾ പോർഷൻ വരും. എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സും. ഇതാണ് എ യൂണിയൻ ബി. ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് എ യൂണിയൻ ബി കാണിക്കുന്നത്. യൂണിയന് ഒരു സിമ്പിൾ ഉണ്ട്. മീൻസ് അഡീഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് എന്നാണ്, സബ്സ്ട്രാക്ഷൻ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു, അതുപോലെ തന്നെ ഡിവിഷൻ ഈ ഒരു സിമ്പിൾ. അതുപോലെ തന്നെ യൂണിയൻ ഒരു സിമ്പിൾ ഉണ്ട്, അതാണ് ഇത്. മീൻസ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ യു ആയിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ യു ഇച്ചിരി ഒരു വലിപ്പത്തിൽ നമ്മൾ എഴുതണം. ഇതാണ് യു. അപ്പം യൂണിയൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി എന്ന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ യൂണിയൻ ബി. യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും ആയ എലമെന്റ്സ് അതിന്റെ സെറ്റ്. അതുപോലെ തന്നെ ബി യൂണിയൻ എയും സെയിം ആണല്ലോ, ബിയിലുള്ള എലമെന്റ്സും എയിലുള്ള എലമെന്റ്സും. അപ്പൊ എന്തായി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. ആ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു പേര് പറയും, അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഈ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. ഇനി നെക്സ്റ്റ്, എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. മീൻസ് നമ്മളിവിടെ മൂന്ന് സെറ്റ് കൺസിഡർ ചെയ്തു. അതിന്റെ ഓപ്പറേഷൻ, യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് തിരിച്ച് എഴുതുകയാണ്. എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതിന്റെ പേരാണ് അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ് വരുന്നത് എ യൂണിയൻ ഫൈ. ഈ നൊട്ടേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫൈ എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണ്. അപ്പം എയും എംപ്റ്റി സെറ്റും കൂടെ യൂണിയൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എ. കാരണം എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നുമില്ല. എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാല് എയിലുള്ള എലമെന്റ്സും വേണം, ഫൈയിലുള്ള എലമെന്റ്സും വേണം. അപ്പൊ നമുക്ക് എന്തേ കിട്ടുള്ളൂ? അൾട്ടിമേറ്റ് ആയിട്ട് എ എന്ന് പറയുന്ന സെറ്റേ കിട്ടുള്ളൂ. അപ്പൊ എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഫൈ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓഫ് യു എന്ന് പറയാം. ഇപ്പൊ അഡീഷന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു എ എഴുതും. എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു എ. അപ്പൊ നമുക്ക് ഒരു എലമെന്റിനോട് 0 ആഡ് ചെയ്തപ്പോൾ അതേ എലമെന്റ് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയും? 0 ഈസ് ആഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് എ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റിന്റെ കാര്യത്തിന് യൂണിയന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫൈ ആണ്. ഇനി നെക്സ്റ്റ്, എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ. അത് നമുക്ക് ഒബ്വിയസ് ആണ്. എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് എഴുതണം, അതുപോലെ തന്നെ എയിലുള്ള എലമെന്റ്സ് എഴുതണം. അത് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്തേ കിട്ടുള്ളൂ? എ എന്ന് പറയുന്ന സെറ്റേ കിട്ടുള്ളൂ. കാരണം ഒരു സെറ്റില് ഒരു എലമെന്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല എന്ന് പഠിച്ചിരുന്നു. അപ്പം അതിന്റെ പേരാണ് ഐഡം പൊട്ടന്റ് ലോ. ഈ പേര് ഓർത്ത് വെക്കണം, ഐഡം പൊട്ടന്റ് ലോ. നെക്സ്റ്റ് വരുന്നത് യു യൂണിയൻ എ ഈസ് ഈക്വൽ ടു യു. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നാണ് എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്തായാലും എയിലെ എലമെന്റ്സ് എല്ലാം എവിടെ ഉണ്ടാവും? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യൂണിയൻ എനെയും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ? യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സെറ്റ്സിലെ രണ്ടാമത്തെ ഓപ്പറേഷൻ പഠിക്കാം, അതാണ് ഇന്റർസെക്ഷൻ.
ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ ആണ്. ജസ്റ്റ് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ യു എന്ന് പറയുന്ന ആൽഫബറ്റ് തിരിച്ചിടുന്നത്, അതാണ് ഇന്റർസെക്ഷന്റെ സിമ്പിൾ. ഡെഫിനേഷൻ എന്താ നോക്കാം. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി, രണ്ട് സെറ്റ്സ് കൺസിഡർ ചെയ്തു, എയും ബിയും. അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് വേറൊരു സെറ്റ് ആണ്. എങ്ങനെ? ഇസ് എ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. മീൻസ് എയിലും ബിയിലും ഒരുപോലെയുള്ള എലമെന്റ്സിന്റെ സെറ്റ്സ് ആണ് എന്ത്? ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം പറയുകയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാല് എയിലും ഉണ്ടാവണം ബിയിലും ഉണ്ടാവണം, എങ്കിലും മാത്രമേ നമുക്ക് എ ഇന്റർസെക്ഷൻ ബിയിൽ എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഒരു ആൻഡ് എന്നുള്ള നൊട്ടേഷൻ കൊടുത്തേക്കുന്നത്. നേരത്തെ നമ്മൾ യൂണിയൻ പറഞ്ഞപ്പോൾ ഓർ ആയിരുന്നു, ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നുള്ള അർത്ഥത്തില്. ഇവിടെ എന്ന് പറയുന്നത് ആൻഡ്, ഇവിടെയും വേണം അതുപോലെ തന്നെ ഇവിടെയും വേണം. അതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാണ്, എയും ബിയും. ഇവിടെയും രണ്ട് കേസസ് വരും. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉള്ളതും എയിലും ബിയിലും കോമൺ ആയിട്ട് ഓരോ എലമെന്റ്സും ഇല്ലാത്തതും. അപ്പൊ ആ രണ്ട് കേസിലും എങ്ങനെയാണ് ഇന്റർസെക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. രണ്ട് സെറ്റ് ഇവിടെ ഞാൻ വരച്ചു, എ ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി ഷെയ്ഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 എന്ന് പറയാൻ പറ്റും. എംപ്റ്റി സെറ്റ്. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യാണ്, എയിലും ബിയിലും കോമൺ ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് എ വരച്ചു, കോമൺ ആയിട്ട് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു എയിലേക്ക് കയറ്റി വരയ്ക്കും. ഇവിടെ നമുക്ക് ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കണ്ടു കഴിഞ്ഞാല് എയിലും വേണം അതുപോലെ തന്നെ ബിയിലും വേണം. അത് ഏത് പാർട്ടേ ഉള്ളൂ? ഈ ഒരു ഭാഗം മാത്രമേ വരുള്ളൂ. എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് ഈ ഒരു ഭാഗം മാത്രം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. യൂണിയൻ പറഞ്ഞ പോലെ തന്നെ ഇന്റർസെക്ഷനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലും ഒരുപോലെയുള്ള എലമെന്റ്സിന്റെ സെറ്റ് ആണ്. അതുപോലെ അത് തന്നെയാണല്ലോ ബിയിലും എയിലും ഒരുപോലെയുള്ള എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് അസോസിയേറ്റീവ് ലോ പറയുന്നു. യൂണിയന്റെ അസോസിയേറ്റീവ് ലോ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്റർസെക്ഷന്റേത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. മീൻസ് നമ്മൾ 3 സെറ്റ്സ് കൺസിഡർ ചെയ്യണം. അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് വേർതിരിക്കുകയാണ്. അതാണ് അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ 5 ഈസ് ഈക്വൽ ടു 5. അത് വരാൻ കാരണം എ ഇന്റർസെക്ഷൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലും ഉണ്ടാവണം 5ലും ഉണ്ടാവണം. 5 ഒരു എലമെന്റ്സും ഇല്ലാതെ നമുക്കറിയാം. അപ്പൊ എയിലും 5ലും ഒരുപോലെ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടാവും? ഇല്ല. അപ്പൊ അതെന്തായി? 5 ആയി. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. അത് ഒബ്വിയസ് ആണ്. എയിലും ഉള്ള ഒരുപോലത്തെ എലമെന്റ്സ്, അത് എന്തായാലും എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് കിട്ടുള്ളൂ. അത് ഐഡംപൊട്ടന്റ് ലോ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് യു ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. യൂണിവേഴ്സൽ സെറ്റിലും എയിലും ഒരുപോലെയുള്ള എലമെന്റ്സ് ഏതാ ഉള്ളത്? എ എന്ന് പറയുന്ന സെറ്റാണ്. കാരണം എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുക്കുന്നത് യൂണിവേഴ്സൽ സെറ്റിനാണ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ എന്തായാലും 7 എലമെന്റ്സ് ഉണ്ടാവും. അപ്പം അതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഏതേ വരുള്ളൂ? എ എന്ന് പറയുന്ന സെറ്റ്. നെക്സ്റ്റ് യൂണിയനും ഇന്റർസെക്ഷനും ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 6 8 10 12. അപ്പൊ നമുക്ക് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി. എയിലോ ബിയിലോ ഉണ്ടായാൽ മതി നമുക്ക് എ യൂണിയൻ ബിയിൽ എഴുതാം. അപ്പൊ എങ്ങനെ വരും? എയിലോ ബിയിലോ ഉണ്ടാവണം. അപ്പൊ മീൻസ് എയിലെ ബിയിലെ എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്ത് എഴുതാം. എയില് 2 4 6 8. ഇനി ബിയിലേക്ക് നോക്കുക. ബിയിൽ ഓൾറെഡി 6 8 ഉണ്ട്. ഇതിവിടെ എഴുതിയുണ്ട്. നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. ബാക്കി ഏതാ ഉള്ളത്? 10 12. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി. മീൻസ് എ ഇന്റർസെക്ഷൻ ബിയിലെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലും ഉണ്ടാവണം അതുപോലെ തന്നെ ബിയിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എ ഇന്റർസെക്ഷൻ
എലമെന്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പം എയും ബിയും നോക്കിയാല് 2 ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ല. 4 ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, അതും എഴുതാൻ പറ്റില്ല. 6 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പൊ നമുക്ക് ആദ്യത്തെ എലമെന്റ് എന്ത് കിട്ടി? 6 കിട്ടി. നെക്സ്റ്റ് 8 ഇവിടെയുണ്ട്, ഇവിടെ 8 ഉണ്ട്, അപ്പൊ നെക്സ്റ്റ് എലമെന്റ് ഏതാ? 8. ഇനി നോക്കണ്ട, കാരണം എയിലെ എലമെന്റ്സ് കഴിഞ്ഞു. അപ്പൊ എയിലില്ലെങ്കിൽ ബിയിലുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എന്തായി? സെറ്റ് 6, 8. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യാം. ഇവിടെ നമ്മള് യൂണിയനെയും ഇന്റർസെക്ഷനെയും കൂടെ വിതരണം ചെയ്യാൻ പോകും. എങ്ങനെയാന്ന് നോക്കാം. 3 സെറ്റ് കൺസിഡർ ചെയ്തു, എ ബി സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി മീൻസ് എയിന് ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ ഇനി ഈ ഒരു ബി യൂണിയൻ സിക്ക് വിതരണം ചെയ്യാൻ പോവാം. അപ്പൊ എങ്ങനെയാ വരുന്നത്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അതുപോലെ തന്നെ യൂണിയൻ, ഇവിടെ നടുക്ക് യൂണിയൻ വന്നു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സിനെ എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 സെറ്റ് എയും ബിയും ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 ആവണം. മീൻസ് എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ലെങ്കിൽ നമുക്ക് ആ 2 സെറ്റിനെ എയിനെയും ബിനെയും എന്ത് പറയാം? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയാം. എ യൂണിയൻ ബി എങ്ങനെയാ എഴുതുന്നതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി എ യൂണിയൻ ബി, എയും ബിയും വലിയ കുറെ എലമെന്റ്സ് ഉള്ള സെറ്റ്സ് ആണെങ്കിൽ എ യൂണിയൻ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. 2 സെറ്റ് നമ്മൾ എയും ബിയും കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി, എൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ആണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് n of b, number of elements in b minus n of a intersection b, number of elements in a intersection b. ഒരു ഇക്വേഷൻ, ഈ ഇക്വേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. n of a union b is equal to n of a plus n of b minus n of a intersection b. നെക്സ്റ്റ് 2 കേസസ് ഇവിടെയും വരാം. എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ, എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ a ഇന്റർസെക്ഷൻ b എന്തായി? 5 ആയി. എ ഇന്റർസെക്ഷൻ ബി 5 എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എലമെന്റ്സും ഇല്ല. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി എന്ത് വന്നു? 0 എന്ന് വരും. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് 0. 0 എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ ഫൈനലി നമുക്ക് കിട്ടും എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്. 2 സെറ്റുകളുടെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ 2 സെറ്റ് കൺസിഡർ ചെയ്തു, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. എ മൈനസ് ബി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ചെയ്യുന്നതാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് ആണ് എ മൈനസ് ബി. അത് എഴുതിയിരിക്കുന്നത് നോക്കിയേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി. എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അത് നേരെ തിരിച്ച് ബി മൈനസ് എ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. ബിന്ന് നമ്മള് എ അങ്ങ് കുറച്ച് കളയാണ്, അല്ലെങ്കിൽ എന്ന് നമ്മള് ബി അങ്ങ് കുറച്ച് കളയാണ്. എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും, ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 തന്നിട്ടുണ്ട്. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലുണ്ടാവണം, ബിയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓരോ സെറ്റ് എലമെന്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 നോക്കി. 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പം എ മൈനസ് ബിയിൽ ആദ്യത്തെ എലമെന്റ് എന്തായി? 1. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ എ മൈനസ് ബി 2 വരില്ല. ഇനി ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. അപ്പൊ അടുത്ത എലമെന്റ് ആണ് ഏതാണ്? 3. നെക്സ്റ്റ് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ അത് എഴുതാൻ പറ്റില്ല. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഇല്ല. അപ്പൊ നമുക്കിവിടെ സെറ്റ് 1 3 5 ആണ് എ മൈനസ് ബി. ഇനി നമുക്ക് ബി മൈനസ് എ നോക്കണം. ബി മൈനസ് എ എന്ന് പറഞ്ഞാല് ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അപ്പൊ ബിയിലേക്ക് നോക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമുക്ക് അത് എഴുതാൻ പറ്റില്ല. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അതും എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 6, ഇവിടെ 6 ഇല്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ എലമെന്റ് 6 കിട്ടി. നെക്സ്റ്റ് ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഇല്ല. അപ്പൊ നെക്സ്റ്റ് എലമെന്റ് 8 എഴുതി. എ മൈനസ് ബിയും ബി മൈനസ് എയും. നെക്സ്റ്റ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്തു, എ എന്ന് പറയുന്ന സെറ്റ്. ഈ എ എന്ന് പറയുന്ന സെറ്റ് ഈസ് എ
സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു. യൂണിവേഴ്സൽ സെറ്റ് പറയണം. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എ. ഇനി എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലില്ലാത്ത എ ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് യു ആൻഡ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ. യുയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അതിന് നമുക്കിപ്പോ ഡിഫറൻസ് പറഞ്ഞു വെച്ചിട്ട് എങ്ങനെ എഴുതാം? യു മൈനസ് എ എഴുതാം. മീൻസ് യൂണിവേഴ്സൽ സെറ്റിന് എ എന്ന് പറയുന്ന സെറ്റ് കുറയ്ക്കുന്നതാണ് എ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്തായിരുന്നു? യു മൈനസ് എ. മീൻസ് യുവിലുള്ളതും എയിലില്ലാത്തതും. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ വരും? 1 ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ 1 എഴുതി. 2 ഇവിടെയും ഇവിടെയും ഉണ്ട്, എഴുതാൻ പറ്റില്ല. 3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പൊ എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 4, 5, 6 ഇവിടെ ഇല്ല. അപ്പൊ നെക്സ്റ്റ് എലമെന്റ്സ് ഏത് വരും? 4, 5, 6. അപ്പൊ എ കോംപ്ലിമെന്റ് എന്തായി? സെറ്റ് 1, 4, 5, 6 ആയി. നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? യു മൈനസ് ബി. യുവിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അപ്പൊ ഏതൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? 1 ഇവിടെ നോക്കി, 1 ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ എന്തായി? 1 എഴുതി. 2 ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, 2 എഴുതി. 3 ഇവിടെയുണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതാൻ പറ്റില്ല. 4 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എഴുതില്ല. 5 നോട്ട് പോസിബിൾ. 6 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 6. അപ്പൊ ഞാൻ പറയാണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് കണ്ടുപിടിക്കണം. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും ഉള്ള എലമെന്റ്സ്, എല്ലാ എലമെന്റ്സും എഴുതും. അപ്പൊ സെറ്റ് ഏത് വരും? 1, 2, 4, 5, 6. അതുപോലെ തന്നെ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ത് വരും? എയിലും എ ഡാഷിലും ബി ഡാഷിലും ഒരുപോലെയുള്ള എലമെന്റ്സ് ഏതൊക്കെയുള്ള? 1, 6. നെക്സ്റ്റ് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ്. എ ഡാഷ് ഹോൾ ഡാഷ് മീൻസ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റ് തന്നെയാണ്. അതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു മൈനസ് എ ആണ്. എ ഡാഷ് ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാല് യു മൈനസ് എ ഹോൾ ഡാഷ്. അപ്പൊ യു മൈനസ് എ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി യുവിൽ നിന്ന് ഈ യു മൈനസ് എ കുറയ്ക്കുകയാണ്. അപ്പൊ യു മൈനസ് എ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന സെറ്റ് കിട്ടും. നെക്സ്റ്റ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോംപ്ലിമെന്റിന്റെ സിമ്പല് എക്കും ബിക്കും കൊടുക്കും. യൂണിയൻ എന്താവും? ഇന്റർസെക്ഷൻ ആവും. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ യൂണിയന്റെ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷനും ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് യൂണിയനുമായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷിനെ എങ്ങനെ എഴുതാം? എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. നെക്സ്റ്റ് എ യൂണിയൻ എ ഡാഷ് മീൻസ് എയും എയിൽ ഇല്ലാത്ത എലമെന്റ്സും കൂടെ മുഴുവൻ കൂടി ചേർന്നാൽ നമുക്ക് എന്താ കിട്ടുക? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. നെക്സ്റ്റ് പ്രോപ്പർട്ടി എ ഇന്റർസെക്ഷൻ എ ഡാഷ് മീൻസ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, 2 സെറ്റിലും കോമൺ ആയിട്ട് വേണം. എ എന്ന് പറയുന്ന സെറ്റിലും എ ഡാഷ് അല്ലെങ്കിൽ എയുടെ കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് ഒരേ എലമെന്റ്സ് ഉണ്ടാവുകയില്ല. കാരണം എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്തതും യുയിലുള്ള എലമെന്റ്സും ആണ്. അപ്പം ഇത് എന്തായാലും എന്തേ കിട്ടുള്ളൂ? നമുക്ക് 5 കിട്ടും. നെക്സ്റ്റ് പ്രോപ്പർട്ടി 5 കോംപ്ലിമെന്റ്. 5 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് 5 എഴുതാം. യൂണിവേഴ്സൽ സെറ്റിന് ഒരു എംപ്റ്റി സെറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുള്ളൂ? മീൻസ് 1 ൽ നിന്ന് 0 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെ നമുക്ക് ആൻസർ കിട്ടാം. അതുപോലെ തന്നെ യു മൈനസ് 5 നമുക്ക് എന്ത് കിട്ടും? യു കിട്ടും. നെക്സ്റ്റ് യു ഡാഷ് മീൻസ് യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം? യു മൈനസ് യു മീൻസ് യു എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് യു തന്നെ കുറയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. സോ ഇന്ന് ഞാൻ സെക്ഷൻ 1.10ഉം 1.11ഉം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.